കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയും തോറും കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള ചിലവ് കൂടുക ചെയ്യുക. കാരണം സ്കൂളുകളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ സ്കൂൾ ഫീസും വാൻ ഫീസും എല്ലാം കൂടിക്കൊണ്ടിരിക്കും. അതേസമയം കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചിലവ് ആക്ച്വലി കുറഞ്ഞു നിൽക്കും. ഓക്കെ, ഇനി ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരു പക്ഷെ 15, 18, 20 വർഷം സാധാരണഗതിയിൽ LKG തുടങ്ങി ഒരു 12 വർഷം നമ്മളവരെ 14 വർഷം നമ്മളവരെ പഠിപ്പിക്കുന്നു +2 കഴിയുന്നത് വരെ. പിന്നെ അവരുടെ ഒരു ഡിഗ്രി കാലഘട്ടം ഒരു 4 വർഷം ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ കണക്കാക്കി കഴിഞ്ഞാൽ ഒരു 18 വർഷമാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഈ 18 വർഷം കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ 4 5 മക്കളുള്ള ഒരു അപ്പനും അമ്മയ്ക്കും ഈ 5 മക്കളും ഏൺ ചെയ്യുന്ന ഒരു കാലഘട്ടം, അതേസമയം ഒരു കുഞ്ഞു മാത്രമുള്ള ഒരു കുടുംബത്തിലെ ആ കുട്ടിക്ക് ഏൺ ചെയ്യുന്നതിൻ്റെ 5 ഇരട്ടിയാണ് 5 മക്കളുള്ള ഒരു കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ഇൻകം. ഇപ്പം പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ളത് നമ്മുടെ ഒരു പ്രയോറിറ്റിയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ദൈവം നമുക്കൊരു പ്രായകാലഘട്ടം തന്നിട്ടുണ്ട്. ഈ കാര്യം മാത്രം നമ്മൾ മറക്കരുത്. പ്രൊഫഷൻ, എൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്കിംഗ് ആണ്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയോറിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈഫ് ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആൾ ഗവൺമെൻറ് സർവീസിലെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരേ OPയിലിരുന്ന് വർക്ക് ചെയ്യുകയും വൈഫിനെ നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യം വരാത്ത രീതിയിലാണ് ഞങ്ങളുടെ ജോലിയുടെ സെറ്റിംഗ്. അപ്പോൾ ആൾക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാം. വീട്ടിലെ കാര്യങ്ങളെല്ലാം ആൾക്ക് ക്രമീകരിക്കാം. കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിലോ അവരുടെ ഫോർമേഷൻ്റെ കാര്യത്തിലോ ഒക്കെ വൈഫിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റുന്നു. എനിക്കാണെങ്കിൽ പ്രൊഫഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രൊഫഷന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബജീവിതത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ സമയവും കാലവും കടന്നു പോയിട്ട് പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല.